വെൽക്കം ബാക്ക് ടു ലേണിംഗ് നോ. RRB ടെക്നീഷ്യൻ എക്സാമിന്റെ സിലബസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ, അതേപോലെ തന്നെ ടെക്നീഷ്യൻ ഗ്രേഡ് 3, ഇതിന്റെ രണ്ടിന്റെയും കംപ്ലീറ്റ് സിലബസ് കൃത്യമായി മനസ്സിലാക്കി വേണം ഈ എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. സോ ഫസ്റ്റ് നമുക്ക് ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നലിന്റെ സിലബസ് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഏതൊക്കെ സബ്ജക്ട്സ് വരുന്നത് നോക്കാം. നമുക്ക് ജനറൽ അവയർനെസ്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ആപ്ലിക്കേഷൻ, മാത്സ്, ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇത്രയാണ് വരുന്നത്. ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ്. അതിലൊരു ടെന്റേറ്റീവ് സബ്ജക്ട് വൈസ് ബ്രേക്കപ്പ് തന്നിരിക്കുന്നത്. ജനറൽ അവയർനെസ് 10 ക്വസ്റ്റ്യൻസ്, അതിൽ 10 മാർക്ക്. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് 15 ചോദ്യം 15 മാർക്ക്. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ആപ്ലിക്കേഷൻ 20 ക്വസ്റ്റ്യൻ 20 മാർക്ക്. മാത്സിൽ നിന്ന് 20 ക്വസ്റ്റ്യൻ 20 മാർക്ക്. ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ നിന്നാണ് 35 ക്വസ്റ്റ്യൻസ് 35 മാർക്ക്. അപ്പൊ ഇത്രയാണ് വരുന്നത്. ഇനി ഓരോന്നിലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് നോക്കാം. സോ ഇതിൽ ഫസ്റ്റ് വരുന്നത് ജനറൽ അവയർനെസ്. ജനറൽ അവയർനെസ് നമുക്ക് അതിനകത്ത് കറന്റ് അഫയേഴ്സ്, അതേപോലെ ഇന്ത്യൻ ജോഗ്രഫി, കൾച്ചർ, ഹിസ്റ്ററി, ഫ്രീഡം സ്ട്രഗിൾ, ഇന്ത്യൻ പോളിറ്റി, കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ എക്കോണമി, എൻവയോൺമെന്റൽ ഇഷ്യൂസ്, അങ്ങനെ സ്പോർട്സ്, ജനറൽ സയന്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്, ഇതിൽ നിന്നൊക്കെ നമുക്ക് അതിൽ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഒരു 1 ഇയർ ആയിട്ടുള്ള കറന്റ് അഫയേഴ്സും നമുക്ക് തരവായിരിക്കണം. നെക്സ്റ്റ് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗിലാണെങ്കിൽ അനലോഗീസ്, ആൽഫബറ്റിക്കൽ ആൻഡ് നമ്പർ സീരീസ്, കോഡിംഗ്, ഡിക്കോഡിംഗ്, mathematical operations, relations, syllogism, jumbling, Venn diagram, data interpretation, sufficiency, conclusion and decision making, similarity and difference, analytical reasoning, classification, directions, statement, arguments and assumptions, ഇത്രയൊക്കെയാണ് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗിൽ വരുന്ന ടോപ്പിക്സ്. നെക്സ്റ്റ് പിന്നെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ആപ്ലിക്കേഷൻ. അതിൽ നമുക്ക് ആർക്കിടെക്ചർ ഓഫ് കമ്പ്യൂട്ടർ, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ്, സ്റ്റോറേജ് ഡിവൈസ്, നെറ്റ്വർക്കിംഗ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതിൽ വിൻഡോസ്, യുണിക്സ്, ലിനക്സ്, MS ഓഫീസ്, പിന്നെ അതുപോലെ ഇന്റർനെറ്റ്, ഇമെയിൽ, വെബ്സൈറ്റ്, വെബ് ബ്രൗസർ, കമ്പ്യൂട്ടർ വൈറസ് തുടങ്ങിയ ടോപ്പിക്കുകളാണ് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ആപ്ലിക്കേഷനിൽ വരുന്നത്. നെക്സ്റ്റ് മാത്സ് നോക്കുകയാണെങ്കിൽ കുറച്ച് വൈഡ് ആയിട്ടുള്ള സിലബസ് തന്നെയാണ് വന്നിരിക്കുന്നത്. മറ്റുള്ള എക്സാംസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ കുറച്ച് ഡിഫറെന്റ് ടോപ്പിക്സ് വരുന്നുണ്ട്. നമ്പർ സിസ്റ്റം, റാഷണൽ ആൻഡ് ഇറാഷണൽ നമ്പർ, ബോഡ്മാസ് റൂള്, quadratic equation, AP, then similar triangles, Pythagoras theorem, coordinate geometry, trigonometric ratio, height and distance, surface area, volume, പിന്നെ സെറ്റ്സ് നമ്മൾ ഒരു ഹയർ സെക്കൻഡറി ലെവലിലൊക്കെ പഠിക്കുന്ന ടോപ്പിക്സ് ആണ് സെറ്റ്സ്. അതേപോലെ തന്നെ അതിലെ ഡിഫറെന്റ് ടൈപ്സ്, അതിൽ വരുന്ന കുറെ ടോപ്പിക്സ്, എംപ്റ്റി സെറ്റ്, ഈക്വൽ സെറ്റ്, സബ്സെറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. യൂണിയൻ ആൻഡ് ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്സ് വരുന്നുണ്ട്. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് വരുന്നുണ്ട്, പ്രോബബിലിറ്റി, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ്, ഇവന്റ്സ്, എക്സോസ്റ്റീവ് ഇവന്റ്സ്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ്, അങ്ങനെയുള്ള ടോപ്പിക്സ് ഒക്കെയാണ് നമുക്ക് മാത്സിൽ വരുന്നത്. നെക്സ്റ്റ് ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ നമുക്ക് ഫസ്റ്റ് ബേസിക് സയൻസിൽ യൂണിറ്റ്സ്, മെഷർമെന്റ്, മാസ്, വെയിറ്റ്, ഡെൻസിറ്റി, വർക്ക്, പവർ, സ്പീഡ്, വെലോസിറ്റി, ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ. ദെൻ എഞ്ചിനീയറിംഗ് ടോപ്പിക്സിൽ ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ഉണ്ട്. പിന്നെ കണ്ടക്ടർ, നോൺ കണ്ടക്ടർ, ഇൻസുലേറ്റർ, ഓംസ് ലോ, സീരീസ് പാരലൽ സർക്യൂട്ട്സ്. ദെൻ ഇലക്ട്രോമാഗ്നറ്റിസത്തിലാണെങ്കിൽ ലോസ്, ആംബിയേഴ്സ് ലോ, then magnetic force of on moving charge particle, electromagnetic induction, Faraday's law, electromagnetic flux. മെയിൻ ആയിട്ട് ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസത്തിന്റെ ടോപ്പിക്സ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ ഇലക്ട്രോണിക്സിൽ ബേസിക് ഇലക്ട്രോണിക്സ്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക് ഡിവൈസ് ആൻഡ് സർക്യൂട്ട്, മൈക്രോ പ്രോസസർ, കൺട്രോളർ, മെഷർമെന്റ്സ്, മെഷറിംഗ് സിസ്റ്റം, CRO, LCD, LED. വളരെയധികം വൈഡ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് നമുക്ക് ബേസിക് സയൻസ് എഞ്ചിനീയറിംഗിൽ വരുന്നത്. ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം ഓരോ ടോപ്പിക്സ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ബാക്കി ബേസിക് ഇലക്ട്രോണിക്സ് മാത്രം പറയുമ്പോൾ അതിന്റെ ഉള്ളിൽ നമ്മൾ ഒരുപാട് പഠിക്കാനുണ്ടാവും. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ അതിലും എഗെയിൻ നമുക്ക് ഒരുപാട് വൈഡ് ആയിട്ട് പഠിക്കാനുണ്ട്. പിന്നെ EDC, പ്രോസസർ, ഇതപ്പോ ഇത്രയും ടോപ്പിക്സ് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു സ്കോറിലേക്ക് എത്താനായിട്ട് സാധിക്കൂ. നെക്സ്റ്റ് നമുക്ക് ടെക്നീഷ്യൻ ഗ്രേഡ് 3യുടെ സിലബസ് ഒന്ന് നോക്കാം. അപ്പൊ ടെക്നീഷ്യൻ ഗ്രേഡ് 3യില് നമുക്ക് വരുന്ന സബ്ജക്ട്സ് മാത്സ്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ്, ജനറൽ സയൻസ്, ജനറൽ അവയർനെസ്. മാത്സ് 25 ക്വസ്റ്റ്യൻ 25 മാർക്ക്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് 25 ക്വസ്റ്റ്യൻ 25 മാർക്ക്, ജനറൽ സയൻസിൽ 40 ക്വസ്റ്റ്യൻസ് 40 മാർക്ക്, ദെൻ ജനറൽ അവയർനെസ്സിൽ 10 ക്വസ്റ്റ്യൻസ് 10 മാർക്ക്. ഇങ്ങനെയാണ് നമുക്ക് ഒരു ടെന്റേറ്റീവ് സബ്ജക്ട് വൈസ് ബ്രേക്കപ്പ് വരുന്നത്. ഇനി ഓരോന്നിലും നമ്മൾ ഏതൊക്കെ ടോപ്പിക് പഠിക്കണം എന്നുള്ളത് നോക്കാം. ഇതിൽ നമുക്ക് ഫസ്റ്റ് മാത്സ് വരുന്നുണ്ട്.
മാത്സിൽ അധികം ടോപ്പിക്സ് ഇപ്പൊ നമ്മൾ നേരത്തെ ഗ്രേഡ് 1 സിഗ്നലിൽ കണ്ട അത്രയും ടോപ്പിക്സ് വരുന്നില്ല. നമ്പർ സിസ്റ്റം, ബോർഡ് മാസ്, ഡെസിമൽ, ഫ്രാക്ഷൻ, LCM, HCF, റേഷ്യോ, പ്രൊപ്പോർഷൻ, പെർസെന്റേജ്, മെൻസ്ട്രേഷൻ, ടൈം, വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ലോസ്, ആൽജിബ്ര, ജോമെട്രി, ട്രിഗ്നോമെട്രി, എലിമെന്ററി സ്റ്റാറ്റിസ്റ്റിക്സ്, സ്ക്വയർ റൂട്ട്, ഏജ് കാൽക്കുലേഷൻ, കാലണ്ടർ ആൻഡ് ക്ലോക്ക്, പൈപ്സ് ആൻഡ് സിസ്റ്റം, ഇത്രയാണ് വരുന്നത്. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ടോപ്പിക്സ് തന്നെയാണ്. ഇപ്പൊ പൊതുവെ RRBയുടെ മറ്റ് എക്സാംസിനൊക്കെ തന്നെ റീസണിംഗിൽ വരുന്ന ടോപ്പിക്സ് തന്നെയാണ് ഇവിടെ നമുക്ക് വരുന്നത്. ഇനി നമുക്ക് ജനറൽ സയൻസിൽ നമുക്ക് വേണ്ടത് ഫിസിക്സ്, കെമിസ്ട്രി, ലൈഫ് സയൻസ്. ഇത് ഒരു 10th ലെവലിലുള്ള സിലബസിനനുസരിച്ചാണ് നമുക്ക് പഠിക്കേണ്ടത്. ഇതും ഞാൻ പറഞ്ഞതുപോലെ RRBയുടെ മറ്റ് പരീക്ഷകൾക്കൊക്കെ തന്നെ നമുക്ക് CBT 1 വരുന്നതാണ് ജനറൽ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ലൈഫ് സയൻസ്. സോ അത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ടോപ്പിക്സ് നമ്മൾ പഠിക്കണം. പിന്നെ ജനറൽ അവയർനെസ്സിൽ നമുക്ക് കറണ്ട് അഫയേഴ്സും വരും, അല്ലാതെ തന്നെ സ്റ്റാറ്റിക് GKയിൽ വരുന്ന ടോപ്പിക്സും വരും.